നമുക്കറിയാം നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് AWC മൈഗ്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഒരു ഓപ്ഷൻ എപ്പോഴൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് പുതിയ അപ്ഡേഷൻ പ്രകാരമുള്ളത് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ശരിയായ രീതിയിലുള്ള പ്രയോഗങ്ങൾ മാത്രമേ ഫലം കാണുകയുള്ളൂ. അതായത് AWC മൈഗ്രേഷൻ വഴി പുതിയൊരു ഗുണഭോക്താവിനെ വേറൊരു സെൻറ്ററിൽ നിന്നും നമ്മളുടെ സെൻറ്ററിലേക്ക് സ്വീകരിക്കുന്ന സമയമാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ സെൻറ്ററിൽ നിന്നും വേറെ സെൻറ്ററിലേക്ക് പോകുന്നയാളെയല്ല, മറിച്ച് വേറെ സെൻറ്ററിൽ നിന്നും നമ്മുടെ സെൻറ്ററിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുണഭോക്താവിനെ സ്വീകരിക്കുന്ന ഓപ്ഷനാണ് AWC മൈഗ്രേഷൻ. അപ്പോൾ ഒരു ഗുണഭോക്താവിനെ സ്വീകരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇത്തരത്തിൽ AWC മൈഗ്രേഷൻ വഴി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഗുണഭോക്താവിൻ്റെ ഒരു സമ്മതപത്രം ആവശ്യമാണ്. അതായത് ഗുണഭോക്താവിൻ്റെ സമ്മതപ്രകാരം മാത്രമേ അവരെ നമ്മുടെ സെൻറ്ററിലേക്ക് AWC മൈഗ്രേഷൻ വഴി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഈ AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ടീച്ചർ കൈവശം വെക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിനാവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് കോപ്പിയാണ്, അതേപോലെ മൊബൈൽ നമ്പറും. ആധാർ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ആ ഗുണഭോക്താവ് ഇന്ത്യ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു അംഗൻവാടിയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവണം. അത് അവരുടെ ആധാർ പ്രകാരമായിരിക്കും. കുട്ടികളാണെങ്കിൽ അവരുടെ അമ്മയുടെ ആധാർ പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ ആധാർ പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ആധാർ പ്രകാരമായിരിക്കും. ഏത് ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണോ അവർ അംഗനവാടിയിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളത്, അതേ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ടീച്ചർ ആദ്യം കൈവശം വെക്കേണ്ടത്. ഒപ്പം തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കയ്യിൽ കരുതണം. അതിനുശേഷം OTP ലഭിക്കുന്നതിന് കൃത്യമായ SMS പ്ലാൻ കൂടി ഉറപ്പാക്കണം. 2 കാര്യങ്ങളിലാണ് OTP വരിക. പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി ഗുണഭോക്താവിനെ സ്വീകരിക്കുമ്പോൾ പോർഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതേപോലെ തന്നെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് കൂടി ഒരു OTP വരും. ഇത് രണ്ടും ഒരേ നമ്പറാണെങ്കിൽ വിഷയമില്ല. 2 നമ്പറാണെങ്കിൽ 2 നമ്പറിലും SMS ആക്റ്റീവായിട്ടുള്ള പ്ലാൻ അവർ റീചാർജ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് കൂടി ഉറപ്പാക്കുക. ഇനി AWC മൈഗ്രേഷനിലൂടെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. AWC മൈഗ്രേഷൻ കൊണ്ടുവന്നത് തന്നെ നിലവിൽ ഇന്ത്യ രാജ്യത്തുള്ള ഒരു ഗുണഭോക്താവിന് ഒരു സെൻറ്ററിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അത് ഉറപ്പിക്കുന്നതിനാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുൻപ് ആ ഗുണഭോക്താവിനെ ഏത് ആധാർ കാർഡ് പ്രകാരമാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതേ ആധാർ കാർഡ് പ്രകാരമാണ് നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒരാൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത്. എന്നാൽ കുട്ടികൾക്കുള്ള ഇളവുകൾ നമ്മൾ ചൂഷണം ചെയ്യരുത്. അതായത് കുട്ടിക്ക് ആധാർ ഇല്ലെങ്കിലും കുട്ടിയുടെ അമ്മയുടെ, അച്ഛൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി കുട്ടിക്ക് ആധാർ ഇല്ലാത്ത സമയം ടീച്ചർ പോർഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വേറൊരു സെൻറ്ററിലെ ടീച്ചർ ആ കുട്ടിയെ സ്വീകരിക്കുന്നതിന് പകരം ആ കുട്ടിക്ക് സ്വന്തമായ ആധാർ കാർഡ് എടുത്ത് വീണ്ടും ഒരു രജിസ്ട്രേഷൻ ആ കുട്ടിയുടെ പേരിൽ തുടങ്ങുന്ന സമയം ഡബിൾ എൻട്രി അവിടെ വരും. അതായത് ഒരു ഗുണഭോക്താവ് തന്നെ 2 അംഗൻവാടിയിൽ ഒരേ സമയം ഇരിക്കുന്ന സാഹചര്യം വരും. അത് തെറ്റായിട്ടുള്ള എൻട്രിയാണ്. ഒരിക്കലും ആ രീതി നമ്മൾ ഫോളോ ചെയ്യരുത്. ഇനി എങ്ങനെയാണ് പുതിയ അപ്ഡേഷൻ പ്രകാരം AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഗുണഭോക്താവിനെ വേറെ സെൻറ്ററിൽ നിന്നും നമ്മളെ സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ആദ്യം തന്നെ ഗുണഭോക്താവിൻ്റെ സമ്മതം കിട്ടിയതിന് ശേഷം സ്വീകരിക്കുന്ന ടീച്ചർ നേരത്തെ പറഞ്ഞത് പ്രകാരം അവരുടെ ആധാർ കാർഡ് കോപ്പിയും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കയ്യിൽ കരുതി, അതിനുശേഷം നിങ്ങൾ ആദ്യം ഉറപ്പാക്കേണ്ടത് വരാനിരിക്കുന്ന ആ സെൻറ്ററിലെ ടീച്ചർ ഈ ഗുണഭോക്താവിനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യാതെ തന്നെ അവരുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ നിലനിർത്താൻ ആവശ്യപ്പെടണം. അഥവാ ആ ടീച്ചർ ആ ഗുണഭോക്താവിനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും AWC മൈഗ്രേഷൻ വഴി നമ്മൾക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുകയില്ല. അത്തരത്തിൽ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന നിർദ്ദേശം കൊടുത്ത ഉടനെ ആ പഴയ സെൻറ്ററിലെ ടീച്ചർ മൈഗ്രേറ്റ് ചെയ്തെടുത്ത് അവരുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് കൊണ്ടുവരണം. ശേഷം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കണം സ്വീകരിക്കുന്ന ടീച്ചർ AWC മൈഗ്രേഷൻ എന്ന ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത ഉടനെ മോർ എന്ന് കാണുന്ന ഈ ഓപ്ഷനിലേക്കാണ് ടീച്ചർ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയം പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഭാഗത്ത് നിന്ന് AWC മൈഗ്രേഷൻ
എന്ന് കാണുന്ന ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ടീച്ചറുടെ സെൻറ്ററിലേക്ക് AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തി വന്നിട്ടുള്ള മുഴുവൻ ലിസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി പുതിയൊരാളെ കൊണ്ടുവരുന്നതിന് തൊട്ട് താഴെ കാണുന്ന AWC മൈഗ്രേഷൻ എന്ന ഈ ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഭാഗം ഏറ്റവും അവസാനം കാണുന്ന ഈ ഒരു ഐക്കണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്താനാണ്. അവർ പഴയ സെൻറ്ററിൽ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അതേ മൊബൈൽ നമ്പർ തന്നെ ഇവിടെ 10 ഡിജിറ്റ് രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ കാണുന്ന സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേ സമയം നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ മൊബൈലിലേക്ക് ഒരു OTP പോവും. ആ OTP വന്ന ഉടനെ തന്നെ അത് സ്വീകരിച്ച് ഈ കാണുന്ന കോളത്തിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന വെരിഫൈ എന്ന് കാണുന്ന ഈ ബട്ടൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണം. കൃത്യമായ 5 മിനിറ്റ് സമയം നമ്മൾക്ക് അനുവദിക്കുന്നുണ്ട്. 5 മിനിറ്റ് സമയത്തിനകം തന്നെ ഈ OTP സ്വീകരിച്ച് രേഖപ്പെടുത്തണം. അഥവാ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ റീസെൻറ്റ് OTP എന്ന് കാണുന്ന ഈ ഭാഗം തെളിഞ്ഞു വരും. അവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഗുണഭോക്താവിലേക്ക് പോകുന്ന OTP സ്വീകരിച്ച് താഴെ കാണുന്ന വെരിഫൈ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ മൊബൈൽ നമ്പറിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളുടെ പേര് വിവരങ്ങളും നിലവിൽ ഏത് സെൻറ്ററിലാണോ ഉള്ളത് ആ സെൻറ്ററിൻ്റെ പേരും അവരുടെ പ്രായം എത്രയാണ്, ആ ഗുണഭോക്താവിൻ്റെ കാറ്റഗറി എന്താണ്, അവരുടെ അമ്മയുടെ പേര്, രക്ഷിതാവിൻ്റെ പേര് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ പേജിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അവരുടെ ആധാർ നമ്പറിൻ്റെ അവസാന 4 അക്കം കൂടെ ഈ ഭാഗത്ത് കാണാൻ കഴിയും. എന്നാൽ ഈ 4 അക്കത്തിൽ അവസാനിക്കുന്ന ഈ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. ഇവിടം കൊണ്ട് AWC മൈഗ്രേഷൻ എന്ന പ്രോസസ്സ് അവസാനിക്കുന്നില്ല. പല ടീച്ചറും ഈ ഭാഗത്ത് നിന്ന് ബാക്കോട്ട് പോയി പിന്നീട് ഈ സ്വീകരിച്ച കുട്ടികളെ കാണാനില്ല അല്ലെങ്കിൽ ഗുണഭോക്താവിനെ കാണാനില്ല എന്നുള്ള പരാതിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഈ ഭാഗത്ത് നിന്ന് AWC മൈഗ്രേഷൻ പൂർണ്ണമാവില്ല. അത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന കുട്ടിയുടെ നേരെ കാണുന്ന മൈഗ്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ഇവിടെ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്നും ടീച്ചേഴ്സിന് കാണാൻ കഴിയും. വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം പോർഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയം ഒരു മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് സ്വീകരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ മൊബൈൽ വെരിഫിക്കേഷൻ നമുക്ക് OTP സഹിതം പോർഷൻ ട്രാക്കറിലേക്ക് മുൻപ് തന്നെ വെരിഫൈ ചെയ്യണം. അത്തരത്തിൽ വെരിഫൈ ചെയ്യാത്ത ടീച്ചറാണ് ആ സെൻറ്ററിലുള്ളതെങ്കിൽ, ആ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ വെരിഫൈഡ് അല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്കിത് പ്രകാരം വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്ന് കാണും. എന്നാൽ ടീച്ചർ ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈ എന്ന് കാണുന്ന സന്ദേശം നിങ്ങൾക്ക് മുന്നിലേക്ക് വരില്ല. പകരം മൈഗ്രേറ്റ് എന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ മൈഗ്രേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗുണഭോക്താവിൻ്റെ ഏത് ആധാർ കാർഡ് പ്രകാരമാണോ, അമ്മയുടെയാണോ കുട്ടിയുടെയാണോ അച്ഛൻ്റെയാണോ ആരുടെ ആധാർ കാർഡ് പ്രകാരമാണോ മുൻപത്തെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ആധാർ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൃത്യമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന് കാണുന്ന ഈ താഴത്തെ ഈ ബട്ടൺ ശ്രദ്ധിക്കണം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് അവസാനിപ്പിക്കേണ്ടത്. ഇത്തരത്തിൽ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആധാർ നമ്പർ ഡസ് നോട്ട് മാച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ആധാർ നമ്പർ പ്രകാരമല്ല ടീച്ചർ ഇപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. കൃത്യമായി അവരോട് വീണ്ടും ചോദിച്ച് ആധാർ പ്രകാരം ആധാർ നമ്പർ തെറ്റ് കൂടാതെ തന്നെ വീണ്ടും റീ എൻ്റർ ചെയ്യുക. ഇത്തരത്തിൽ റീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന താഴെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ആ കുട്ടിയുടെ പേര് കാണാം, ഏത് സെൻറ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആ സെൻറ്ററിൻ്റെ പേരും അംഗൻവാടി കോഡും കാണാം, നമ്മളെ സെൻറ്ററും നമ്മളെ സെൻറ്ററിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഇവിടെ മൈഗ്രേറ്റഡ് ടു എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കും. മൈഗ്രേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞാൽ ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നത് ആ സെൻറ്ററിൻ്റെ പേരും, മൈഗ്രേറ്റഡ് ടു നമ്മുടെ സെൻറ്ററിൻ്റെ പേരും കാണും.
അതിൽ പ്രത്യേകം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വന്നു സക്സസ്ഫുൾ കണ്ടപ്പോൾ ടീച്ചർ ഗോ ബാക്ക് ടു ലിസ്റ്റ് എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആ കുട്ടി കാണുന്നുണ്ടാവില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ കുട്ടി വരാത്ത കാരണം ഇതാണ്. പരമാവധി 12 മണിക്കൂറെങ്കിലും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി പോർഷൻ ട്രാക്കറിൽ സമയം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ സന്ദേശം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പരമാവധി 12 മണിക്കൂറോ 24 മണിക്കൂറോ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പോർഷൻ ട്രാക്കർ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ലോഗൗട്ട് ലോഗിൻ ചെയ്ത് ബെനിഫിഷ്യറി വന്നോ എന്നുള്ളത് ബെനിഫിഷ്യറി ലിസ്റ്റിൽ പോയിട്ടൊന്ന് തിരഞ്ഞു നോക്കിയാൽ മാത്രം മതി. ഉറപ്പായാലും ഈ പ്രോസസ്സ് സക്സസ്ഫുൾ ആയാൽ ആ ഗുണഭോക്താവിനെ വേറെ സെൻറ്ററിൽ നിന്നും നമ്മളുടെ സെൻറ്ററിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് പുതിയ AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ഒരാളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. താങ്ക് യു.